യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാർക്കുള്ള ചില ഗൈഡ് ലൈൻസ് കൊടുക്കുന്ന വീഡിയോസാണ് ഞാനിപ്പോൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു ചാനലിൻ്റെ യൂസേജിന് വേണ്ടി ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ചില ഗൈഡ് ലൈൻസിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഒരു സർപ്രൈസ് കരുതിയിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. എൻ്റെ യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അതിനകത്ത് പ്രിപ്പയർ ചെയ്യുന്ന ചില വീഡിയോസിൻ്റെ കണ്ടൻസിന് വേണ്ടിയിട്ട് ചില ആവശ്യങ്ങളാണ് എനിക്കുള്ളത്. ഞാൻ വീഡിയോയുടെ അവസാനം അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കിയിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക്, അതെൻ്റെ സ്റ്റുഡൻസ് ആകണമെന്നില്ല, എനിക്ക് പരിചയമുള്ള ആൾക്കാരാകണമെന്നില്ല, ആർക്ക് വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഫസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, ഫസ്റ്റ് വരുന്ന ആൾക്കാർക്കായിരിക്കും പ്രിഫറൻസ് കൂടുതൽ കിട്ടുക. അപ്പം പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഫേസ്ബുക്ക് പേജ്, ഒരു ചാനലിന് വേണ്ടി ഒരു ഫേസ്ബുക്ക് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. സുഹൃത്തുക്കളെ, ഒരു ഫേസ്ബുക്ക് പേജ് നമ്മൾ തയ്യാറാക്കുമ്പോൾ നമുക്ക് ചില മുന്നൊരുക്കങ്ങളൊക്കെ വേണം. ഒരു ഫേസ്ബുക്ക് പേജ് തയ്യാറാക്കുന്നത് ഒരു ബിസിനസ് ബ്രാൻഡിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടാണെങ്കിലും അതിനൊരു ലോഗോ തയ്യാറാക്കണം. 360x360 പിക്സൽ വരുന്ന ഒരു സ്ക്വയർ ഇമേജാണ് ലോഗോയായി തയ്യാറാക്കേണ്ടത്. യൂട്യൂബിൽ നമ്മൾ ഉപയോഗിച്ച ലോഗോ ഉപയോഗിച്ചാലും മതി. ലോഗോ പോലെ തന്നെ ഫേസ്ബുക്ക് പേജിന് വേണ്ടതാണ് ഒരു കവർ ഫോട്ടോ. അതിനൊരു സൈസ് ഉണ്ട്. 828 പിക്സൽ വിഡ്ത്തും 465 പിക്സൽ ഹൈറ്റും വരുന്ന ഒരു കവർ ഫോട്ടോയാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ഈ ലോഗോ ഡിസൈൻ ചെയ്യാനും അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ കവർ ഫോട്ടോ ഡിസൈൻ ചെയ്യാനും നമുക്ക് ഓൺലൈനായിട്ടുള്ള ടൂൾസ് canva.com, wix.com പോലെയുള്ള ഓൺലൈൻ റിസോഴ്സുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ക്യാൻവയ്ക്കകത്തൊക്കെ നമുക്ക് ടെംപ്ലേറ്റുകൾ അവൈലബിൾ ആണ്. പല ഡിസൈൻ ടെംപ്ലേറ്റുകൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഭംഗിയായിട്ട് എടുക്കാൻ പറ്റും. ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യാനും PNG ഇമേജൊക്കെ സേവ് ചെയ്ത് എടുക്കാനോ ട്രാൻസ്പാരൻസി ഉള്ള ഇമേജ് എടുക്കാനോ ഒക്കെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് remove.bg. നമുക്കിനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പേജ് ക്രിയേറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് പഠിക്കാം. ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. നമ്മളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് എ പേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. ക്രിയേറ്റ് പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ടാകും. ഒന്ന് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ, ബിസിനസ് ബ്രാൻഡിന് വേണ്ടിയിട്ടുള്ള പേജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനും, ഒന്ന് കമ്മ്യൂണിറ്റി, അതുപോലെ കമ്മ്യൂണിറ്റി തന്നെ പബ്ലിക് ഫിഗർ പോലെ ക്രിയേറ്റ് ചെയ്യുന്നുള്ള ഒരു പേജ്, ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ നിങ്ങൾ ബ്രാൻഡ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ക്രിയേറ്റ് ചെയ്യുന്ന ബ്രാൻഡിന് വേണ്ടിയിട്ടുള്ള ബ്രാൻഡ് നെയിം നിങ്ങൾ കൊടുക്കാൻ വേണ്ടി പറയും. നമ്മുടെ യൂട്യൂബിനകത്ത് ഉപയോഗിക്കുന്ന ചാനൽ നെയിമോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബ്രാൻഡ് നെയിം തന്നെ നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ഫുള്ള് ക്യാപിറ്റൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ തൊട്ട് താഴെ കാറ്റഗറി കൊടുക്കാനുണ്ടാവും. അപ്പോൾ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റർ, വീഡിയോ ക്രിയേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ കണ്ടോ എറർ കാണിച്ചുണ്ടോ, ഫുള്ള് ക്യാപിറ്റൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ സ്മോൾ ലെറ്റർ യൂസ് ചെയ്താൽ മതി. ഇപ്പം ഞാനിവിടെ ബ്രഹ്മ എന്നൊരു FB പേജ് നെയിമാണ് ഞാൻ കൊടുത്തത്. കാറ്റഗറി ചൂസ് ചെയ്തു. നെക്സ്റ്റ് വരുന്നിടത്ത് തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ലോഗോയും ഫേസ്ബുക്കിൻ്റെ കവർ ഫോട്ടോയും അപ്ലോഡ് ചെയ്യേണ്ട സ്ഥലമാണ് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ആദ്യം ലോഗോ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ലോഗോ 360x360 പിക്സൽ സൈസിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ലോഗോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്ത് കൊടുക്കണം. പിക്ചർ നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് അപ്പോൾ തന്നെ അതിനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ലോഗോ പിക്ചർ സെലക്ട് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ കവർ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ, അത് നമുക്ക് കവർ ഫോട്ടോ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കണം. നമുക്കറിയാം കവർ ഫോട്ടോ അതിന് കൃത്യമായിട്ടുള്ള പിക്സൽ വിഡ്ത്തും അതിൻ്റെ കൃത്യമായിട്ടുള്ള ഹൈറ്റ് 465 ഹൈറ്റിലും വേണ്ടിയിട്ടുള്ള നമ്മൾ കവർ ഫോട്ടോ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പേജ് ക്രിയേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പേജിന് കുറച്ച് ലൈക്സ് കിട്ടാനുള്ള രീതി കുറച്ച് പോസ്റ്റുകൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പം വീഡിയോസ് ആണെങ്കിൽ നമ്മൾ ആൾറെഡി പബ്ലിഷ് ചെയ്തേക്കുന്ന വീഡിയോസ് യൂട്യൂബിനകത്തുനിന്ന് ഇതിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, പേജിനകത്തേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കൃത്യമായിട്ടുള്ള #ടാഗുകൾ കൊടുക്കുക. ഇങ്ങനെ കുറച്ച് പോസ്റ്റുകൾ പബ്ലിഷ് ചെയ്തതിന് ശേഷം നമുക്ക് പേജിന് കുറച്ച് ലൈക്സൊക്കെ കിട്ടണം. ഒരു 10ഓളം ലൈക്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പേജിൻ്റെ URL കസ്റ്റമൈസ് ചെയ്തെടുക്കാം. തുടക്കത്തിൽ നമ്മൾ പേജിനെ
തയ്യാറാക്കുമ്പോൾ ഒരു ഫേസ്ബുക്ക് പേജിന് നമ്മൾ യൂട്യൂബ് പ്രൊമോഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് പ്രൊമോഷന് വേണ്ടിയിട്ടോ നമ്മൾ തയ്യാറാക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നമ്മളുടെ ഫേസ്ബുക്ക് പേജിനകത്ത് നമ്മളെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, കൃത്യമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ഒരു 10 ലൈക്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നേരത്തെ അത് 25 ലൈക്സ് ആയിരുന്നു, 10 ലൈക്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്ക് പേജിൻ്റെ URLനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കതിൻ്റെ URL അഡ്രസ്സ് റെഡിയായി കിട്ടും. നിങ്ങളുടെ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ചാനലിൽ വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതുപോലെ ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് പോസ്റ്റുകൾ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലുള്ള സർപ്രൈസിനെ പറ്റി പറയാം. ഞാനിപ്പോൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ഗൈഡ് ലൈൻസ് കൊടുക്കുന്ന വീഡിയോകളുടെ ഇംഗ്ലീഷ് വേർഷനും ഹിന്ദി വേർഷനും പബ്ലിഷ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. പകർന്നു കൊടുക്കാൻ പറ്റിയ ഒരു അറിവെന്നുള്ള നിലയ്ക്കാണ് ഞാനിത് യൂട്യൂബ് വീഡിയോകൾ വഴി പകർന്നു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, എൻ്റെ വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ മലയാളത്തിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന വീഡിയോയുടെ ഇംഗ്ലീഷ് വേർഷൻ കണ്ടൻറ്റ് തയ്യാറാക്കി ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID-യിലേക്ക് നിങ്ങൾ അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ കണ്ടൻറ്റ് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കി അയക്കുക. ഞാൻ ആ കണ്ടൻറ്റ് ആയിരിക്കും എൻ്റെ ഇംഗ്ലീഷ് വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഹിന്ദി വേർഷൻ വീഡിയോസ്, ഇപ്പം എൻ്റെ മലയാളം വീഡിയോകളുടെ ഹിന്ദി വേർഷൻ കണ്ടൻറ്റ് തയ്യാറാക്കാൻ പറ്റുന്ന ആൾക്കാർക്ക്, ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് അത് തയ്യാറാക്കി എനിക്ക് മെയിൽ ചെയ്യാം. ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. എൻ്റെ വീഡിയോയ്ക്ക് എനിക്ക് ഇംഗ്ലീഷ് വേർഷനും ഹിന്ദി വേർഷനുമാണ് എനിക്ക് തയ്യാറാക്കേണ്ടത്. ഇപ്പോൾ കൊറോണയൊക്കെ ആയത് കാരണം ഓഫീസൊന്നും തുറന്ന് പ്രവർത്തിക്കാത്തത് കാരണം സ്റ്റാഫും ഒക്കെ ഓഫീസിൽ വന്ന് വർക്ക് ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് ഇംഗ്ലീഷ് വേർഷൻ തയ്യാറാക്കാൻ വേണ്ടി കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് എൻ്റെ വീഡിയോ ചാനൽ കണ്ട് വായിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ആവശ്യപ്പെടുന്നത്. ഒരു വേർഡ് ഡോക്യുമെൻ്റ് ആക്കി തയ്യാറാക്കി അതെനിക്ക് അയച്ചു തന്നാൽ മതി. ഞാൻ ആ കണ്ടന്റ് ആയിരിക്കും, അതിനകത്തുനിന്ന് സെലക്ട് ചെയ്യുന്ന കണ്ടന്റ്സ് ആയിരിക്കും എൻ്റെ ഇംഗ്ലീഷ് വെർഷനിലും അതുപോലെ തന്നെ ഹിന്ദി വെർഷൻ കണ്ടന്റ് ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലോ, ഇംഗ്ലീഷ് പോലെ അല്ലല്ലോ, ഹിന്ദി ചിലപ്പോൾ തയ്യാറാക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ കഴിവുള്ള ആൾക്കാർക്ക് ഹിന്ദിയും, അതായത് മലയാളത്തിലുള്ള എൻ്റെ വീഡിയോസിനെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിവുള്ള, ഹിന്ദി അറിയാമെന്നുള്ള ആൾക്കാർക്ക് അത് തയ്യാറാക്കി അയക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദി വെർഷൻ കണ്ടന്റ് എൻ്റെ വീഡിയോ കണ്ടന്റിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ഉപയോഗിക്കും. കണ്ടന്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ എൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു റെമ്യൂണറേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ശരിക്കും ഇതൊരു തുടർച്ച പോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാർക്ക് പടിപടിയായിട്ട് ഓരോ വീഡിയോസ് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ റിസർച്ച് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ കണ്ടന്റ്സ് തയ്യാറാക്കുന്നത്. അപ്പം ഇതിനു മുമ്പേ ഉള്ള വീഡിയോസ് കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് ചാനലിൽ കാണാം. പിന്നെ കഴിഞ്ഞ 4 വീഡിയോസിനകത്ത് ചില തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഞാനത് പ്രതീക്ഷിച്ചിരിക്കാത്ത ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോഴുള്ള ഈ വീഡിയോസിൻ്റെ ഒരു സീരീസ്. ഇപ്പോഴുള്ള വീഡിയോസ് എല്ലാം യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം പഴയ വീഡിയോസ് കാണേണ്ട താല്പര്യമുള്ള ആൾക്കാർക്ക് കാണാം. അതുപോലെ തന്നെ കഴിഞ്ഞ 4 വീഡിയോസിനകത്ത് വന്നിരിക്കുന്ന ചില തെറ്റുകളൊക്കെ പെട്ടെന്ന് ചെയ്തപ്പോഴത്തേക്ക് വന്നുപോയ അബദ്ധങ്ങളൊക്കെയാണ്, ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ചില ആൾക്കാർ സൂചിപ്പിച്ചു. മിസ്റ്റേക്ക് സൂചിപ്പിച്ച ആൾക്കാർക്കൊക്കെ ഞാൻ പറഞ്ഞിരുന്ന പോലെ തന്നെ ചില ആൾക്കാർ വന്ന് സമീപിച്ചപ്പോഴാണ് തറവായിട്ട് നിങ്ങൾ വീഡിയോസ് എന്തെങ്കിലും മിസ്റ്റേക്സ് കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡയറി മിൽക്കിൻ്റെ സിൽക്കൊക്കെയാണ്, ഫാമിലി പാക്കൊക്കെയാണ് ഞാൻ ഓഫർ ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞ അനുസരിച്ച് വീഡിയോസ് കണ്ട് തെറ്റുകുറ്റങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച ഹംസാദ്, പിന്നെ നമ്മൾ അന്ന സൂസൻസ, അതുപോലെയുള്ള എൻ്റെ സ്റ്റുഡൻസ് ജാൻസി, ഇവർക്കൊക്കെ പ്രത്യേക നന്ദിയുണ്ട്. ജാസിം, ഇവർക്കൊക്കെ ഞാൻ ഡയറി മിൽക്ക് സിൽക്ക് മേടിക്കാനുള്ള കാശ് ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. ഇത് നേരിട്ട് മിഠായി മേടിച്ച് തരാൻ പറ്റാത്ത കൊണ്ടാണ്, ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അത് കാശായിട്ട് ട്രാൻസ്ഫർ ചെയ്തത്. പിന്നെ തുടർന്നും നിങ്ങളുടെ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. പിന്നെ നിവിന് പ്രത്യേക നന്ദിയുണ്ട്. നിവിൻ, ഞാൻ ആവശ്യപ്പെടാതെ തന്നെ നിവിൻ വളരെ ശ്രദ്ധയോടുകൂടി വീഡിയോസ് എല്ലാം കണ്ടിട്ട് തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ സൂചിപ്പിച്ചു. നിവിൻ യോഹന്നാന് പ്രത്യേക നന്ദി ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് സൂചിപ്പിക്കുന്നു. അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. പിന്നെ വീഡിയോയ്ക്കകത്തുനിന്ന് ഞാൻ പഠിപ്പിച്ചതായിട്ടും പഠിപ്പിക്കാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റും. പിന്നെ ഇതോടൊപ്പം തന്നെ അത്യാവശ്യത്തിന് നിങ്ങളുടെ SEO റാങ്കിങ് ഒക്കെ മെച്ചപ്പെടാനുള്ള ഗൈഡ് ലൈൻസും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള SEO പ്രാക്ടീസുകളും അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും വരുന്ന വീഡിയോകളിൽ വരുന്നുണ്ട്. അപ്പം കാതോർത്തിരിക്കുക. എന്തൊക്കെയാണ് സർപ്രൈസ് ആയിട്ടും ഗിഫ്റ്റായിട്ടും ഒക്കെ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നും അതിനകത്ത് തെറ്റുകുറ്റങ്ങളൊക്കെ കണ്ട് സൂചിപ്പിക്കുമ്പോഴൊക്കെ ഒരു സന്തോഷമുണ്ട്. ഓക്കെ, അവർ സീരിയസ് ആയിട്ട് വീഡിയോ കാണുന്നു എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. എന്തായാലും തുടർന്നുള്ള വീഡിയോസിലും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു.
ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് മെയിൽ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.